ആശാപ്രവർത്തകരുടെ സമരം 145-ാം ദിവസം പിന്നിടുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ആശാപ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാക്കൾ സമരപന്തലിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രം ചേരുന്നു. ദേവിക, ആശാപ്രവർത്തകരുടെ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്ന രീതിയിലേക്കൊക്കെ പോയത്. KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ അതിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരവേദിയിൽ എത്തുകയുമുണ്ടായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആശാപ്രവർത്തകരുടെ സമരത്തിന് ദിവസം ചെല്ലുന്തോറും പിന്തുണ ഏറി വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 10-നാണ് അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓണറേറിയം വർധനവ് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ആ സമരമാണ് ഇപ്പോൾ അഞ്ചിലധികം മാസം പിന്നിട്ട് 145-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഈ ആശാപ്രവർത്തകരുടെ ഭാരവാഹിയായ മിനി കൂടി ചേരുന്നുണ്ട്. ചേച്ചി, വളരെയധികം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആരോഗ്യ മേഖല നേരിടുന്നത്. നിങ്ങളും അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിന് ഇതുവരെ ആരോഗ്യമന്ത്രി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു പിന്തുണ ലഭിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ കോലം കത്തിച്ച് പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. മുന്നോട്ടുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ സമരം ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 146 ദിവസം പിന്നിടുകയാണ് ഈ സമരം തുടങ്ങിയിട്ട്. ഞങ്ങളുടെ സമരം ആരംഭിച്ചത് മുതൽ ഇന്നലെ നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം അടക്കം ഗുരുതരമായ വീഴ്ചയാണുള്ളത്. ആര് ഒരു ആവലാതിയുമായിട്ട് ചെന്നാൽ പോലും അതിനെ അഡ്രസ്സ് ചെയ്യാത്തൊരു ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും. ഞങ്ങളോട് ആരോഗ്യമന്ത്രി ആദ്യ ദിവസം തന്നെ പറഞ്ഞത് സമരം അവസാനിച്ച് പോകണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കേൾക്കാൻ തയ്യാറല്ല, അതൊന്നും പരിഹരിക്കാൻ തയ്യാറല്ല. എന്തിന് ഒരു നിവേദനം കൈപ്പറ്റാൻ പോലും മടി കാണിക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഓരോ ചർച്ച നടക്കുമ്പോഴും പറയുന്നത് എഴുന്നേറ്റ് പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള മേഖലകളിലെ സംവിധാനത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ആക്ഷേപിക്കുകയാണ്. ഈ നമ്പർ 1 എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ അത് നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ അവിടെ പൊതുജനത്തിന് പോയാൽ ഒരു ചികിത്സയും കിട്ടാൻ പറ്റാത്തൊരു സാഹചര്യം. ആവശ്യത്തിന് ഡോക്ടർമാരോ മറ്റു ജീവനക്കാരോ അവിടെ ഇല്ല. അത് എല്ലാ സ്ഥലത്തും അത് പ്രകടമാണ്. ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ അത് വളരെ പ്രകടമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളുടെ കാര്യം എത്ര വർഷമായി ഇവിടെ ഇത് സമാനമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫാൻ ഇളകി വീഴുക, കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങൾ ഇളകി വീഴുക, കൂട്ടിരിപ്പുകാർക്കും ഡോക്ടർമാർക്കും അടക്കം പരിക്ക് പറ്റുക തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടും അതിലൊന്നും പഠിക്കാതിരിക്കുകയാണ്. ഇന്നലത്തെ സംഭവം അങ്ങേയറ്റം ദാരുണമായൊരു സംഭവമാണ്. അതിനെയും ന്യായീകരിക്കാൻ, അതിന് വൈകിപ്പിക്കാൻ ആ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു നിർദ്ധനയായ സ്ത്രീയുടെ ഒരു മരണം ഉറപ്പാക്കുന്നതിൽ സത്യത്തിൽ ആരോഗ്യമന്ത്രി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പൊതുജനാരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. അത് ആശാവർക്കർമാർ മുതൽ അങ്ങ് ഡോക്ടർമാരെയുള്ള ആളുകളെ വലിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് ഈ തൊഴിൽ രംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്, ഒരു ഉടച്ചുവാർക്കൽ ഇതിനകത്ത് ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അതിന് കഴിവില്ല എന്ന്, അതിന് സാധിക്കില്ല എന്ന് ഒരു 100 വട്ടം തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആരോഗ്യമന്ത്രി രാജിവെക്കണം, ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഞങ്ങൾ ആദ്യമായി മുന്നോട്ട് വയ്ക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഈ 146 ദിവസം സമരം ചെയ്യുമ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം വെച്ചിരുന്നില്ല. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അത് പരിഗണിച്ച് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു മേഖലയിലും ഒരാളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുവാനോ അത് പരിഗണിക്കുവാനോ പരിഹരിക്കുവാനോ സാധിക്കില്ല എന്ന് ഉറപ്പുവന്ന ഇന്നലത്തെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുക. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം ന്യായീകരണത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയല്ലേ ഇപ്പോൾ ആരോഗ്യവകുപ്പിലുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ കാണുകയാണ്. അത് തന്നെയാണ്. അത് ആരോഗ്യവകുപ്പ് മാത്രമല്ല, ഇപ്പം നമ്മൾ കാണുന്ന എന്താണ്, പൊതുജനങ്ങൾക്ക് ഇത്രയും വളരെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥാപനങ്ങളെ നമ്പർ 1 എന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മന്ത്രിമാർ വിദേശത്ത് പോയി നാട്ടുകാരുടെ ചിലവിൽ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്താണ് ഇവരൊക്കെ ചികിത്സിക്കുന്നത്. അപ്പോൾ നമ്പർ 1 ആണെങ്കിൽ എന്തുകൊണ്ട് ഇവരിവിടെ ചികിത്സിക്കുന്നില്ല? ഏറ്റവും അടുത്ത നാളുകൾ മന്ത്രി P. രാജീവ് 2 ദിവസം ചികിത്സിച്ചതിന് 1.5 ലക്ഷം രൂപ ചിലവായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പണം കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഒരു സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോലും ഇത്രയും വലിയ ഭീമമായ തുക അടച്ചുകൊണ്ട് മാത്രമേ ചികിത്സ കിട്ടുള്ളൂ എന്നൊരു സാഹചര്യമാണ്. വീട് വിറ്റാണ് ആളുകൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. സാധ്യമല്ല ഇത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം വളരെ ന്യായയുക്തമായി ചെലവഴിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. ധൂർത്തും കെടുകാര്യസ്ഥതയും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളൊരു ഗവൺമെൻറ്റായി ഇനിയെങ്കിലും അവശേഷിക്കുന്ന കുറച്ച് മാസങ്ങളെങ്കിലും ആ രീതിയിൽ നടപടിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സമരപരിപാടികളുമായി വരും ദിവസവും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച തന്നെയാണ് ഈ ആശാപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പിളി.